അമ്മയ്ക്കുണ്ടായ എല്ലാ മാനസിക വിഷമത്തിലും ഞാൻ മാപ്പ് ചോദിക്കുക. ഇനി അമ്മ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അമ്മ ഞങ്ങളോടൊപ്പം വരണം. അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. ഇനിയുള്ള കാലം സന്തോഷത്തോടെ അമ്മ ഞങ്ങളുടെ കൂടെ ജീവിക്കണം. മാളുമോളെ എപ്പോഴും അമ്മയെ അന്വേഷിക്കും. മാളെന്നാണോ മോളുടെ പേര്? മാളവിക എന്ന യഥാർത്ഥ പേര്. ഞങ്ങളെ മാളെന്ന് വിളിക്കും. അവളും കൂടി വരാനിരുന്നതാ. ഞങ്ങൾ അമ്മയെ അങ്ങോട്ട് വിളിച്ചോണ്ട് ചെല്ലുമെന്ന് പറഞ്ഞോണ്ടാ അവൾ വരാതിരുന്നത്. അമ്മേ, അമ്മ ഞങ്ങളുടെ കൂടെ വരണം. ഇനിയും പഴയ വിഷമമൊന്നും അമ്മ മനസ്സിൽ വെക്കരുത്. എനിക്ക് ആരോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. നിങ്ങളോടൊക്കെ ഞാൻ എന്നേ ക്ഷമിച്ചു. അല്ലെങ്കിൽ തന്നെ അതൊന്നും ഇപ്പോ വലിയ തെറ്റല്ലല്ലോ. ജീവിതമാകുമ്പോ എല്ലാവരും അവരവരുടെ കാര്യം നോക്കും. അതിലൊന്നും ആരെയും തെറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിപ്പോ സ്വന്തം മക്കളായാലും മരുമക്കളായാലും അവരവരുടെ നിലനിൽപ്പ് തന്നെയാ എല്ലാവരുടെയും പ്രശ്നം. അതിനു വേണ്ടി ചിലപ്പോഴൊക്കെ സ്വന്തം അച്ഛനെയും അമ്മയെയും ഉപേക്ഷിക്കേണ്ടിയും വരും. ചില മക്കൾ സ്വന്തം അച്ഛനെയും അമ്മയെയും ഒക്കെ അമ്പലമുറ്റത്തും അനാഥാലയത്തിലൊക്കെ ഉപേക്ഷിക്കാറുണ്ടല്ലോ. എന്തായാലും നിങ്ങൾ എന്നോട് അത്രയൊന്നും ചെയ്തില്ലല്ലോ മക്കളെ. ജീവിതം ഒന്ന് പച്ച പിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. എന്നിട്ടിപ്പോ എങ്ങനെയാ നിന്റെ ജീവിതം പച്ച പിടിച്ചോ? ഇന്ന് ജീവിതത്തിൽ ഞങ്ങൾക്ക് പണവും സന്തോഷവും ഒക്കെ ഉണ്ട്. പക്ഷേ അമ്മ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളത് ഒരു നഷ്ടം തന്നെയാ. അമ്മ കൂടി ഞങ്ങളോടൊപ്പം വന്ന എനിക്ക് സന്തോഷമാവും. മോനെ, നീയും ഇവളും കൂടി ഇവിടെ വന്നതിലും എന്നോട് ഇത്രയൊക്കെ പറഞ്ഞതിലും ഈ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങളുടെ കൂടെ വരാൻ എനിക്ക് പറ്റില്ല. അതനുഭവിക്കുന്നവരുടെ ഉള്ളിലെ സങ്കടങ്ങൾക്ക് ഇരുട്ട് പോലെ കറുപ്പ് നിറമാ മോനെ. മോൻ എപ്പോഴെങ്കിലും ഇരുട്ടിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഒന്ന് മിണ്ടാൻ, ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ രാവും പകലും ഒറ്റയ്ക്ക് ജീവിച്ച് മരിച്ചുപോയ മനുഷ്യരെ മോൻ കണ്ടിട്ടുണ്ടോ? ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് കണ്ണീര് വീണ് മരവിച്ചു പോയ ആരുടെയെങ്കിലും മുഖം മോൻ കണ്ടിട്ടുണ്ടോ? ഈ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാ മതി. മരിച്ചു ജീവിക്കുന്ന മനുഷ്യരുടെ മുഖം എങ്ങനെയിരിക്കുന്നു എന്ന് എന്റെ മോന് കാണാം. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അമ്മയെ കൊണ്ട് ഞാൻ തിരിച്ചു പോകും. നടക്കാത്ത കാര്യത്തിന് മുമ്പ് വാശി പിടിക്കരുത്. അമ്മ ഇവിടെ വിട്ട് ഒരിടത്തേക്കും വരില്ല എന്ന് കരുതി നിങ്ങളോട് എനിക്ക് വിരോധമോ വെറുപ്പോ ഒന്നുമില്ല. എന്റെ മക്കളോട് സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്ക്. മാളുവിന് അമ്മയെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഒരു ദിവസം അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങിയില്ലേ?
എനിക്ക് വിളക്കൊരുക്കാൻ നേരായി. അമ്മേ, ഇനി നിന്നാ നിങ്ങൾക്ക് പോകാനുള്ള നേരം തെറ്റും. മക്കളെ വിഷമിക്കണ്ട, സന്തോഷായിട്ട് പോകും. ഇനിയും വൈകണ്ട. വാ പോവാ. മാധവന്റെ റൂമിൽ നിന്നാണല്ലോ അവർ ഇറങ്ങിപ്പോയേ. മാധവന്റെ മോനും മരുമോളും ആയിരിക്കും. നല്ല പണിയാ കാണിച്ച്. മോനും മരുമക്കളും എല്ലാം വന്നെന്നറിഞ്ഞിട്ട് അവർക്ക് പലഹാരം കൊണ്ട് വന്നേ ഞാൻ. എന്നിട്ടിപ്പതാ അവരെ സ്ഥലം വിട്ടു. അവരെന്താ എത്ര പെട്ടെന്ന് പോയേ? ആൽബെല്ലാം തുറന്നു വെച്ചിട്ട് പഴയ ഓർമ്മകളായവർക്കെന്നാ. മാധവമ്മേ, അയ്യോ കരയുന്ന എന്താ മാധവമ്മേ? എന്തിനാ കരയുന്നത്? അവര് പോയനാ? സാരമില്ല മാധവമ്മേ. സത്യം പറഞ്ഞ മാധവമ്മ എന്നെ വിളിച്ച് അവരെ പരിചയപ്പെടുത്താത്തതിന് സങ്കടം പറഞ്ഞതാ ഞാൻ. പക്ഷെ ഇപ്പൊ തോന്നാ മാധവമ്മ എന്നെ വിളിക്കാൻ ഞാൻ നന്നായി പോയി. സാരമില്ല മാധവമ്മേ. ആരെല്ലാം പോയാലും എന്റെ മാധവമ്മയ്ക്ക് നമ്മളെല്ലാം ഇല്ലേ? ഈ സുധാമണി ഇല്ലേ? പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? അത്യാവശ്യമായിട്ട് നിന്റെ വീട്ടിലേക്ക് വരണം, കാണണോന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താ ഒന്നും മിണ്ടാ നിക്കുന്നേ? പറയടാ എന്താന്ന്. നീ ഓക്കെ അല്ലേ? ആ സൂരജ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തുക ജീന. ഭീഷണിപ്പെടുത്തേ? എന്ത് കാര്യത്തിന്? എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തതാ നീ. സ്കൂളിലെ എല്ലാവരും നോക്കി നിൽക്കേ. നീ എന്നോട് മാപ്പ് പറയും. പാർട്ടിക്കിടയിൽ ബിയർ ബോട്ടിലും കയ്യിൽ പിടിച്ച് കറങ്ങുന്ന വീഡിയോയും ഫോട്ടോയും എല്ലാ ഗ്രൂപ്പിലും നിറയും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല ജീന. ഞാൻ അവൻ പറയുന്ന സ്ഥലത്ത് ചെന്ന് അവന്റെ ഫ്രണ്ട്സിന് മുന്നേ വെച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ആ വീഡിയോ അവനത് എല്ലാവർക്കും അയച്ചു കൊടുക്കും. പിന്നെ ഞാൻ എന്റെ അമ്മയുടെ ഏട്ടന്മാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? സ്കൂളിലെല്ലാവരും എന്നെ കുറിച്ച് എന്താ പറയുക? നീ എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിച്ചു കൂട്ടുന്നേ? ഞാൻ നോക്കിയിട്ടെ ഇനി ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ഒന്നും നോക്കാനില്ല, മാപ്പ് പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചേക്ക് മീനു. വാശി വേണ്ട മീനു. ഒരു മാപ്പ് കൊണ്ട് തീരുന്ന പ്രശ്നമാണെങ്കിൽ അതങ്ങ് തീർക്കുന്നത് തന്നെയാ നല്ലത്. അവൻ എന്നോട് ഇത്ര മോശമായിട്ട് പെരുമാറിയിട്ട് ഞാൻ പോയി അവനോട് മാപ്പ് പറയണോ? ഇല്ലെങ്കിൽ ഇത് കൂടുതൽ വഷളാകേയുള്ളൂ. നീ ഇന്ന പാർട്ടിക്ക് പോയപ്പോ ഞാൻ വിചാരിച്ചത് നീയും അവനായിട്ട് ഇപ്പോ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്നാ. അല്ലെങ്കിൽ ഞാൻ അന്നേ വേണ്ടെന്ന് പറഞ്ഞനെ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ജീന. അതുകൊണ്ട് തന്നെ ഞാൻ മാപ്പ് പറയില്ല. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനേക്കാൾ പ്രധാനം ആ വീഡിയോ ക്ലിപ്പ് വെച്ച് അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാ. ഞാൻ അറിഞ്ഞിടത്തോളം അവൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ടൈപ്പാ. ഈ പ്രശ്നം വലിച്ചു നീട്ടാതിരിക്കുന്നതാ നിനക്ക് നല്ലത്.
അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നീ ഈ വിവരം സുധാന്റിയോട് പറ. ആന്റി പോയി അവന്റെ ആപ്പീസ് പിടിച്ചോളൂ. അതെന്തായാലും വേണ്ട. ഇതൊക്കെ അറിഞ്ഞ അമ്മ നമ്മുടെ സ്കൂളിന്റെ ഓഫീസ് പൂട്ടിച്ചു കളയും. അത് ഇതിലും വലിയ തലവേദനയോ? പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? തേടി പോവാതിരിക്കാൻ അവർക്ക് പറ്റൂ? പോയേ പറ്റൂ. അപ്പോ പഴയ തകരപ്പാട്ട പോലെ വീടിന്റെ ഏതെങ്കിലും മൂലയില് നമ്മൾ ഉപേക്ഷിക്കപ്പെടും. എനിക്കിപ്പോ പേടിയാ മാധുമ്മേ. എന്റെ മക്കളിന്ന് ഞാനും ഒരുപാട് എന്തെല്ലോ പ്രതീക്ഷിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. നാളെ എന്നോട് അവരെങ്ങനെയെല്ലാം പെരുമാറിയ എന്റെ അവസ്ഥ ഇതിനെക്കാട്ടിയും കഷ്ടായിരിക്കും. ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകും. എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല. അവർക്കൊക്കെ ഞാൻ എന്നേ മാപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇനിയുള്ള കാലം എനിക്ക് ഇവിടെ കഴിഞ്ഞാൽ മതി. ഇവിടെ ഈ ഒറ്റവീട് കോളനിയിൽ നിങ്ങളുടെയൊക്കെ കൂടെ ഇനിയുള്ള കുറച്ചു കാലം കൂടി ജീവിച്ചിട്ട് മരിച്ചാ മതി. മോളെ സുധമണി, എന്താ മാധുമ്മേ? ഞാൻ മരിക്കാൻ കിടക്കുമ്പോ അവസാനത്തെ ഒരിറ്റു വെള്ളം നിന്റെ കൈ കൊണ്ട് തന്നാ മതി എനിക്ക്. അല്ലെങ്കിൽ എന്റെ ആത്മാവിന് മോക്ഷം കിട്ടില്ല. മാധുമ്മേ, അതിനു മുന്നേ കൊടുത്ത നിന്നെ ഞാൻ കൊല്ലും മർത്താണ്ടി. ഒടുവിലെങ്ങാനും നീ കുറ്റക്കാരനാണെന്ന് വന്നാ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ വെച്ച് തീരും. നോക്കിക്കോ. അതിന് നീ ഞാൻ തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്നാ? എവിടെ പോവാ? ആരാ ഈ ഫോണില്? പഠിക്കുന്ന സമയത്തെങ്കിലും ഓഫ് ചെയ്ത് വെച്ചൂടെ നിനക്ക്? ഇതെന്റെ കൂട്ടുകാരിയാ. പാവം, എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതായിരിക്കും. ഓഹോ, കൂട്ടുകാരിയാണോ? കൂട്ടുകാരിയാണെങ്കിലേ
നിനക്കെന്താ ഇവിടെ നിന്ന് സംസാരിച്ചാൽ? ഓ, നിങ്ങൾ തമ്മിലേ അന്താരാഷ്ട്ര കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണോ? ഞാൻ കേൾക്കാതെ സംസാരിക്കാൻ. ഇവക്ക് ഫോൺ എടുത്ത എന്താ? ഇരുന്ന് പഠിക്കുവണ്ണേ, എക്കോടെ കടക്കാതെ. നിനക്കതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തുകൂടെ? അച്ഛൻ ഇനി ഇതും പറഞ്ഞ് ദേഷ്യപ്പെടണ്ട, ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചോളാം. ശരി മോളെ, ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. എന്തു പറ്റി അമ്മേ? അമ്മയുടെ മുഖം പെട്ടെന്ന് വാടിയല്ലോ. അവരെന്താ സംസാരിച്ചേ? ഹേ, ഒന്നുമില്ലടാ. അമ്മ കാര്യം പറ. നിങ്ങൾ അമ്മമാർക്ക് മാത്രമല്ല, ഞങ്ങൾ മക്കൾക്കും മുഖം നോക്കി ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ അറിയാം. ഒന്ന് പോടാ. സ്വർണം മേടിക്കുന്നതിന്റെ ചെലവിനെ പറ്റി ഓർത്തിട്ടാണോ? അതാലോചിച്ച് അമ്മ ഒരു ടെൻഷനും അടിക്കണ്ട. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് വഴി? ഞാൻ അറിയാത്ത എന്ത് പൈസ എന്റെ അടുത്തുള്ള? അതിന് എന്റെ കയ്യിലുണ്ടെന്ന് ആരാ പറഞ്ഞത്? പിന്നെ എവിടുന്നാടാ? ഓഫീസിൽ അടുപ്പമുള്ള ഒരാളോട് ഞാൻ ഇത്തിരി കാശ് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതിയെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ നാളെ തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ ഞാൻ പറയാം. നമ്മുടെ അത്യാവശ്യ ചെലവൊക്കെ അതിൽ തീരും. അമ്മേ, ഏട്ടൻ പൈസ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും അമ്മയ്ക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തെ? എടാ, ഇത് കഴിഞ്ഞാലും ആവശ്യങ്ങൾ കിടക്കല്ലേ? അതിനുള്ള വഴിയും കൂടെ കണ്ടിട്ടേ എനിക്ക് സമാധാനം ആവുള്ളൂ. അപ്പ എന്റെ അമ്മേ, നമ്മളെ പോലെയുള്ളവരൊക്കെ ജീവിക്കുന്നത് ഇതുപോലെ കടം മേടിച്ചിട്ടൊക്കെ തന്നെയാ. എന്തായാലും അമ്മയ്ക്ക് ഈ കാര്യത്തിൽ ധൈര്യമായിട്ടിരിക്കാം. ഞങ്ങൾ 2 ആൺമക്കള് അമ്മയെ സഹായിക്കാനില്ലേ? അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ. അല്ല പിന്നെ, നമ്മൾ ഈ കല്യാണം പൊടി പൊടിക്കും. എന്റെ മക്കൾ എന്റെ കൂടെയുള്ളപ്പോ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നേ? ഹലോ, ഗുഡ് മോർണിംഗ് മീനാക്ഷി. നീ ഇതുവരെ ഉണർന്നില്ലേ? രാവിലെ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങാൻ നല്ല സുഖാണല്ലേ? നീ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല മീനാക്ഷി. ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നീ പഠിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. എന്നെ കൊണ്ട് അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുപ്പിക്കല്ലേ മുത്തേ. സൂരജ് പ്ലീസ്, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ. ഞാനൊരു പാവാ, എന്നെ വിട്ടേക്ക്. ഞാൻ അതിനേക്കാൾ പാവാ മീനാക്ഷി. പക്ഷേ ഞാൻ പറയുന്ന പോലെ നീ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് രാവിലെ അസംബ്ലി കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് നീ എന്നെ കാണണം, കണ്ടിരിക്കണം. ഗ്രൗണ്ടിന്റെ വടക്കേ അറ്റത്തുള്ള ഒറ്റമര ചുവട്ടിൽ ഞാൻ കാത്തിരിക്കും. മാപ്പ് പറയേണ്ടത് എവിടെ വെച്ചാണെന്ന് അവിടെ വരുമ്പോ പറയാം.